السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ മറ്റു മദ്ഹുകൾ എല്ലാം സ്വീകരിക്കട്ടെ. നമ്മുടെ ദർസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ. എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ പൊരുത്തം ഈ ദർസ് പഠിക്കുന്നതിലൂടെ നമുക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ. ഇനി മഹാനവറുകൾ നമ്മോട് പറയുന്നത്, വഅലം, നീ അറിയണം, അന്ന റിയാഅ യതവല്ലദു മിൻ തഅദീമിൽ ഖൽഖി, സൃഷ്ടികളോട് വല്ലാത്ത ബഹുമാനം, ആ ബഹുമാനം ഉണ്ടാകുമ്പോഴാണ് റിയാ ഉണ്ടായിത്തീരുന്നത്. റിയാ ഉണ്ടായിത്തീരുന്നത് സൃഷ്ടികളെ വല്ലാതെ തഅദീമാക്കുമ്പോഴാണ് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഓനെ കാണുന്നുണ്ടോ, മൂപ്പരെന്നെ നോക്കുന്നുണ്ടോ, ഈ ഒരു സംഗതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് അവൻ കാണാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്യണം, അവൻ കേൾക്കാൻ വേണ്ടി എന്തൊക്കെയോ പറയണം എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുന്നത്. എന്നിട്ട് അതിൻ്റെ മറുമരുന്ന്, പരിഹാരം മഹാനവറുകൾ നിർദ്ദേശിക്കുന്നത് കണ്ടോ നിങ്ങൾ? വഇലാജുഹു അൻ തറാഹും മുസഖിരിൽ ഖുദ്റ, ജനങ്ങളൊക്കെ നമ്മൾ കാണുക കഴിവില്ലാത്തവരാണെന്ന്. ആർക്കാ കഴിവുള്ളത്? ജനങ്ങളിൽ ആർക്കാ കഴിവുള്ളത്? ജനങ്ങളെ നിസ്സാരമാക്കണം എന്നല്ല പറയണത്. ജനങ്ങളോട് നല്ല നിലയ്ക്ക് ഇടപഴകണം എന്ന് പറഞ്ഞ മഹാന്മാരാണ് ഈ മഹാന്മാരൊക്കെയും. അപ്പോൾ ജനങ്ങളെ ഇവൻ്റെ ചിന്തയിൽ കഴിവില്ലാത്തവരാണ്. കഴിവ് ആർക്കേ ഉള്ളൂ? അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അള്ളാഹ് കൊടുക്കാത്ത കഴിവ് ഒരാൾക്കും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അന്തറാഹും മുസഖിരിൽ ഖുദ്റ, കഴിവ് ഇല്ലാത്തവരായിട്ട് വേണം അവരെ കാണാൻ. വതഹ്സബുഹും കൽ ജമാദാത്ത്, ആളുകളൊക്കെ നിർജീവികളെ പോലെ കാണുക. പോലെ മോശമാക്കണം എന്നല്ല, ആളുകൾ കാണട്ടെ കാണാതിരിക്കട്ടെ. നമ്മളെ വീട്ടിലുള്ള ഒരു കോഴി, ആ കോഴി കാണാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയാറുണ്ടോ? ആ കോഴി കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നിസ്കരിക്കാറുണ്ടോ? ആ പൂച്ച കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നല്ല ഡീസൻ്റായി നടക്കാറുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ജനങ്ങളൊക്കെ നിർജീവികളായ, അതൊന്നുകൂടെ കൂടുതൽ കടന്നു പറയാണ്. ഇപ്പൊ ഞാൻ ജീവികളെ ഉദാഹരണം തന്നെ പറഞ്ഞു. നിർജീവികളെയാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഉപമിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കല്ല്, ആ കല്ല് കാണുമെന്ന് വിചാരിച്ച് നമ്മൾ നിസ്കാരം നന്നാക്കൂലല്ലോ. നമ്മൾ പള്ളിയിൽ കയറിയപ്പോൾ
അവിടെ ആരുമില്ല. അപ്പോൾ ആ പള്ളിയിലുള്ള മൈക്ക് കാണട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ നിസ്കരിക്കോ? ഇല്ലല്ലോ. അതുപോലെ ജനങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ മതി, എന്നാൽ റിയാ കുറേ കുറയും. അത് മഹാന്മാരൊക്കെ പറഞ്ഞൊരു വിഷയമാണ്. കൽ ജമാദാത്ത്, നിർജീവികളെ പോലെക്കാണ്. ഏത് വിഷയത്തില്? മോശാക്കാനല്ല. ഫി അദമി ഖുദ്റത്തി ഈസ്വാലി റാഹ വൽ മശക്ക. റാഹത്താകുകയാണെങ്കിലും, റാഹത്തിന്റെ ഓപ്പോസിറ്റ് മശക്കത്താകുകയാണെങ്കിലും, അതിലൊന്നും ആ റാഹത്തിൻ്റെയോ മശക്കത്തിനെയോ ഇവന് കൊടുക്കുന്നതിൽ, എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു കഴിവുമില്ലാത്തവനാണ് ഈ സൃഷ്ടികളെന്ന് നമ്മൾ മനസ്സിൽ തീരുമാനിക്കണം. വിഷയം മനസ്സിലായോ? ഫി അദമി ഖുദ്റത്തി ഈസ്വാലി റാഹത്തി വൽ മശക്ക. റാഹത്താണെങ്കിലും മശക്കത്താണെങ്കിലും ഒക്കെ ഈ ഒരു മനുഷ്യനിലേക്ക് എത്തിക്കുന്നത് ആരുടെ കഴിവാണ്? അള്ളാഹുവിൻ്റെ കഴിവാണ്. തതഖല്ലസു മിൻ മുറാഅത്തിഹിം. തതഖല്ലസു മിൻ മുറാഅത്തിഹിം. അപ്പം അവര് കാണട്ടെ എന്നുള്ള വിചാരം ഉണ്ടാവില്ലല്ലോ. ഒരു കല്ല് കാണട്ടെ എന്ന് നമ്മൾ വിചാരിക്കോ? ഇല്ലല്ലോ. ഒരു കല്ല് കാണട്ടെ എന്ന് നമ്മൾ വിചാരിക്കൂല. കല്ല് കണ്ടല്ലോ കണ്ടില്ലല്ലോ. നമ്മളെ നിസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ? മൈക്ക് കണ്ടു കണ്ടില്ല, ഇവിടെ എന്താ പ്രശ്നം വരാനുള്ളത്? ഒന്നും ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും സ്വന്തം മനുഷ്യരാകുന്ന നമ്മൾ സ്വന്തം ശരീരത്തെ പറ്റി ഞാൻ വലിയ പവറുള്ളവനാണ്, വലിയ കുതിരത്തുള്ള ആളാണ്, വലിയ ഇറാദത്തുള്ള ആളാണ് എന്നൊക്കെ ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അവനിൽ നിന്ന് റിയാ ഒഴിഞ്ഞു പോകൂല. അവനിൽ നിന്ന് റിയാ എന്ന് പറയുന്ന ലോകമാന്യം, ഞാൻ തന്നെ വലുത് എന്ന വർത്താനുണ്ടല്ലോ, വർത്താനോ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ, റിയാ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോവുക തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് റിയാ പോകണമെങ്കിൽ നമ്മൾ സൃഷ്ടികളെ ഒരു ജമാഅത്തിനെ പോലെ കാണണം. നിർജീവികളെ പോലെ കാണണം. ജനങ്ങളെ മോശാക്കില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ജനങ്ങളെ മോശാക്കാനല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. പിന്നെ റിയാ വിട്ടുപോകുന്നില്ല. എങ്ങനെ? ജനങ്ങള് കാണണം, ആ ചിന്തയോടാണെങ്കിൽ പിന്നെ റിയാ പോകുന്നില്ല. റിയാ എപ്പോഴും അവന്റെ ശരീരത്തിൽ ഉണ്ടാകും. എന്നിട്ട് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ബാഖി മിൻ മസാഇലിക ബഅ്ളുഹാ മസ്തൂറുൻ ഫി മുസന്നഫാത്തി. പിന്നെ നിങ്ങൾ ചോദിച്ച അൽ ബാഖി മിൻ മസാഇലിക്, നിങ്ങളുടെ മസ്അലകളിൽ നിന്ന് ബാക്കിയുള്ളത്, ബഅ്ളുഹാ മസ്തൂറുൻ ഫി മുസന്നഫാത്തി, അതിൽ കുറച്ച് എൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെയുണ്ട്. ഫത്ലുബൻഹു സമ്മ, അതുകൊണ്ട് നീ അവിടെ നന്നായി പരതിക്കോ. കിതാബത്തുൻ ബഅ്ളുഹാ ഹറാം, ആ ഒരു കിതാബത്ത് ബഅ്ള് ഹറാമാണ്. അപ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയും, ബഅ്ളുഹാ മസ്തൂറുൻ ഫി മുസന്നഫാത്തി, എൻ്റെ ഗ്രന്ഥങ്ങളിൽ അതൊക്കെ ഉണ്ട്, അതുകൊണ്ട് നീ അത് നന്നായി പഠിച്ചോ. ശറഹുൽ മഖാസിദും കിതാബത്തു ബഅ്ളിഹാ ഹറാമുൻ, എന്നൊരു പൗതിയും കൂടി ഉണ്ടല്ലോ, അതെല്ലാം കൂടെ പറയാൻ പറ്റൂല. കിതാബത്തു ബഅ്ളിഹാ,
കിതാബത്തു ബഅദിഹാ ഹറാമുൻ. അപ്പോൾ ചിലതൊക്കെ എൻ്റെ ശേഖരത്തിൽ തന്നെയുണ്ട്. ബഅദുഹാ മസ്തൂറുൻ ഫി മുസന്നഫാത്തി വകിതാബത്തുൻ ബഅദിഹാ ഹറാം. فاطلبنه ثم وكتابها بعضها حرام وكتابة بعضها حرام. ചിലത് എഴുതാൻ തന്നെ പറ്റൂല, അത് അത്രയും കഠിനമായി എഴുതാൻ പറ്റാത്ത രൂപത്തിൽ. ഫതുലുബൻഹു സമ്മ കിതാബത്തു ബഅദിഹാ ഹറാം. എന്നിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, ഏമൽ അൻത ബിമാ തഅലം, കുട്ടി ഇത് പഠിച്ചതനുസരിച്ച് അമൽ ചെയ്തിട്ടോ. ലിയങ്കശിഫ ലക മാ ലം തഅലം, അവനക്ക് പഠിക്കാത്തതൊക്കെ എൻ്റെ തലയിൽ ഇങ്ങനെ വരും. ചെറിയ ചെറിയ രൂപത്തിലെങ്കിലും പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അമില ബിമാ അലിമ വസ്സനഹു അല്ലാഹു ഇൽമ മാ ലം യഅലം. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്താരെങ്കിലും മൻ അമില ബിമാ അലിം, ഒരാൾ പഠിച്ചതനുസരിച്ച് അവൻ അമൽ ചെയ്യുകയാണെങ്കിൽ, വറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം, വറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം. ആരെങ്കിലും അമലനുസരിച്ച് പ്രവർത്തിച്ചാൽ, അതിനനുസരിച്ച് പഠിക്കുന്നതിനനുസരിച്ച് അമലും കൂടെ നമ്മളെ വശമുണ്ടെങ്കിൽ, ഓൻക്ക് അല്ലാഹു തആല പഠിക്കാത്തത് വരെ അവൻ്റെ മനസ്സിൽ ഇട്ട് കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘ ആയുസ് നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ആമീൻ. പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ ഖിദ്മ ചെയ്യുന്ന സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും ചൊരിയട്ടെ. ആമീൻ. آمين برحمتك يا أرحم الراحمين.